ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. സന്നിധാനത്തിൻ്റെ ശക്തി. തമ്പുരാൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വരങ്ങൾ, അനുഗ്രഹങ്ങൾ, അതെല്ലാം യേശുവിനോട് കൂടി ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. ഭാരതീയ ആധ്യാത്മികതയിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട്. കൂടെയായിരിക്കുക എന്ന ആ വലിയ അനുഭവത്തിന് അവരുപയോഗിക്കുന്ന പദം ഉപവസിക്കുക എന്നാണ്. ഉപാസന എന്നും പറയും. കൂടെയായിരിക്കുക. കൂടെയാവുന്നത് പലപ്പോഴും നമ്മളല്ല, ദൈവമാണ്. ദൈവം എപ്പോഴും മനുഷ്യൻ്റെ ഒപ്പമുള്ളവനാ, കൂടെയുള്ളവനാ. മത്തായി തൻ്റെ സുവിശേഷം അവസാനിപ്പിക്കുന്നത് ഈ ഒരു വാഗ്ദാനം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, ലോകത്തിൻ്റെ അവസാനം വരെ നിങ്ങളോടുകൂടി ഞാനുണ്ട് എന്ന കർത്താവിൻ്റെ വാക്കുകൾ. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്നത് പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം അങ്ങനെ അവസാനിക്കുക. അനാഥമാക്കപ്പെട്ട ആരുമോരുമില്ലാത്തൊരു ജനതയല്ല നമ്മൾ. ദൈവം കൂടെയുള്ള, ദൈവം നയിക്കുന്ന ഒരു ജനവിഭാഗമാണ്. നമ്മളതറിയുന്നത് പുറപ്പാട് പുസ്തകം 14 നിന്നാണ്. ദൈവം നയിക്കുന്നൊരു ജനം. പക്ഷെ പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ തമ്പുരാനോട് കൂടി ഇല്ലാതായിത്തീരുന്നത്. നമ്മൾ പലപ്പോഴും അവൻ്റെ കൂടെ ആവുന്നില്ല. നമ്മൾ അവനെ വിട്ടുപോയാലും അവൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി നമുക്ക് ഈ സമയം തിരുമുമ്പിലായിരിക്കുമ്പോൾ അനുഭവിക്കാൻ സാധിക്കട്ടെ. കണ്ണുകളൊക്കെ അടച്ച് നിങ്ങൾക്കിഷ്ടമുള്ള ഈശോയെ നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചിരിക്കുക. പലർക്കും പലതരത്തിലുള്ള ഈശോയാണ് ഇഷ്ടം. നമ്മൾ കുഞ്ഞുനാൾ മുതൽ കണ്ടു വളർന്ന നമ്മുടെ കുടുംബത്തിലുള്ള, ഭവനത്തിലുള്ള ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രമായിരിക്കും ഒരു പക്ഷെ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരിക. അതായിക്കൊള്ളട്ടെ. അവൻ നമ്മോട് പറയും, നിങ്ങളെ സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയം കണ്ടാൽ. ആരും സ്നേഹിച്ചില്ലെങ്കിലും തിരികെ സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയം കണ്ടാൽ. ഞാൻ ഹൃദയമുള്ളവനാ, സ്നേഹിക്കുന്ന ഹൃദയമുള്ളവനാ. മുറിവേറ്റ ഹൃദയമാ, കത്തിജ്വലിക്കുന്ന ഹൃദയമാ അത്. നമുക്ക് ഇന്ന് ഈ ശുശ്രൂഷയിൽ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ തേടി നിൽക്കാം. ഓരോ വിശുദ്ധ കുർബാനയും അവൻ്റെ സ്നേഹ സാന്നിധ്യത്തിൻ്റെ അനുഭവമാണ് നമുക്ക് നൽകുക. ഈ സ്നേഹ സാന്നിധ്യത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട്, ഓ പരമദിവ്യകാരുണ്യമേ, സ്നേഹത്തിൻ്റെ പാരമ്യമേ, നിനക്കന്നേക്കും അനവരതം സ്തുതി സ്തോത്രം. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം.
സ്തുതി സ്തോത്രങ്ങൾ. ഓ പരമദിവ്യ കാരുണ്യമേ, നിന്റെ മുൻപിൽ ഒരു നിമിഷം എത്രയോ ശ്രേഷ്ഠം, വർണ്ണനാതീതം അതിൻ്റെ മാധുര്യോർത്താൽ. നിന്റെ മുൻപിൽ ഒരു നിമിഷം എത്രയോ ശ്രേഷ്ഠം, വർണ്ണനാതീതം അതിൻ്റെ മാധുര്യോർത്താൽ. ഭൂവിലെ സൗഭാഗ്യമെല്ലാം ഒന്നു ചേർന്നാലും ഒന്നുമല്ലെന്നറിവൂ ഞാൻ പരമസ്നേഹമേ. ഓ പരമദിവ്യ കാരുണ്യമേ, ഓ ദിവ്യ സ്നേഹ പാരമ്യമേ, അനവരതം സ്തുതി സ്തോത്രങ്ങൾ ഏകുന്നനവരതം സ്തുതി സ്തോത്രങ്ങൾ. ഓ പരമദിവ്യ കാരുണ്യമേ. ശിരസുകൾ നമിച്ചുകൊണ്ട് നമുക്കുള്ളതെല്ലാം കർത്താവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളെ, നമ്മുടെ ഭവനങ്ങളാകട്ടെ മറ്റ് സ്ഥലങ്ങളാകട്ടെ, എല്ലാം തമ്പുരാന് സമർപ്പിച്ച് നമ്മുടെ മനസ്സിൻ്റെ ആകുലതകളെ, ചിന്തകളെ എല്ലാം സമർപ്പിച്ച്, ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളുണ്ടോ നമ്മുടെ മുമ്പിൽ, അതിനെല്ലാം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ശിരസ് നമിച്ച് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയാം: പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് നമ്മുടെ ധ്യാനത്തിലേക്ക് പോകാം. പ്രഭാഷണങ്ങളല്ല നമുക്ക് ആവശ്യം, ധ്യാനങ്ങളാണ് നമുക്ക് ആവശ്യം. ഹൃദയത്തിൽ ധ്യാനിക്കുന്നു, ആ ധ്യാനം ജീവിതത്തെ മുഴുവനും ഗ്രസിക്കുന്നു, പുതിയ പുതിയ തീരുമാനങ്ങളിലേക്ക് നമ്മളെയൊക്കെ നയിക്കുന്നു. ജീവിതത്തെ തൊടുന്ന വചനധ്യാനം പ്രിയപ്പെട്ടവർ നമുക്ക് ആവശ്യമായിരിക്കുക. ഇവിടെ വിശ്വാസത്തിൻ്റെ ഒരു തലം നമുക്ക് ഉണർത്തേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ കുർബാന ഈശോ തന്നെ ആകുന്നു എന്നൊരു വിശ്വാസം. നമ്മൾ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് വിശുദ്ധ കുർബാനയ്ക്ക് ഒരു പഴയ നിർവചനമുണ്ട്, ഒരു പാതിരി ഭാഷയിലുള്ള നിർവചനം. അപ്പത്തിൻ്റെയും പിഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ കർത്താവായ ഈശോ മിശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും മനുഷ്യത്വവും ഒക്കെ ഉൾക്കൊള്ളുന്ന കൂദാശയാകുന്നു വിശുദ്ധ കുർബാന എന്നൊരു നിർവചനം. ആ നിർവചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിപ്പുണ്ട്. നമ്മുടെ വിശ്വാസ രഹസ്യം മുഴുവന് പ്രിയപ്പെട്ടവരെ അതിലാണ് നമ്മൾ കണ്ടെത്തുക. ത്രന്തോസ് സൂനകദോസിൻ്റെ കാലം മുതൽ ഇന്ന് വരെ ഈ തിരുസാന്നിധ്യത്തിന് മുമ്പ് നിൽക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ദേവാലയങ്ങളെ വെറും പ്രാർത്ഥനാ ആലയങ്ങളല്ലത്, അതിനപ്പുറം ദൈവം വസിക്കുന്ന ആലയങ്ങളായിട്ട് കണ്ടു വിശ്വസിച്ച് ഈ ദേവാലയത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്കിരുന്ന് ആശ്വാസം പ്രാപിക്കുന്നവരാ നിങ്ങൾ ഞാനുമൊക്കെ. ആ മനോഹരമായ പതിവ് എത്രയോ വ്യക്തികളുടെ ജീവിതങ്ങളിൽ ആത്മീയമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. വിശുദ്ധ കുർബാന ഈശോ തന്നെയാകുന്നു എന്ന് നമുക്ക് കുറച്ചുകൂടി ആഴമായിട്ട് നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒക്കെ മാറ്റം വരും. ദേവാലയത്തിൽ നമ്മുടെ ശീലങ്ങൾക്ക് മാറ്റം വരുത്തും.
മാറ്റം വരുന്നത് പറ്റില്ല. കാരണം വിശ്വാസം അതിനാണ് നമ്മളെ പ്രേരിപ്പിക്കുക. നമുക്ക് ഒരു സുവിശേഷ ഭാഗത്തിലേക്ക് കടന്നു വരാം. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 13 മുതലുള്ള വചനങ്ങളിൽ ഈശോ ചോദിക്കുക, ഒരു റെഫറൻഡം നടത്തുകയാണ്. ഞാൻ ആരാണെന്ന് ആളുകൾ പറയുക. ഒരുപാട് സമൂഹത്തിൽ കിട്ടിയ ഉത്തരങ്ങളൊക്കെ ഈശോയോട് പറഞ്ഞു. കർത്താവ് സംതൃപ്തനല്ല ഉത്തരങ്ങളിൽ. മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് വിശ്വസിക്കാനുള്ളവരല്ലല്ലോ നിങ്ങൾക്കൊരു സ്വന്തമായ വിശ്വാസമല്ലേ? അതുകൊണ്ട് ഞാൻ ആരാണ് നിങ്ങൾ പറയുക. ശിഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി നോക്കി കാണും, ആരാ പറയുക? പറയാനൊരു ധൈര്യക്കുറഞ്ഞ് തെറ്റിപ്പോയാലോ, ഗുരുവിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ പാളിപ്പോയാലോ. അതുകൊണ്ട് അവർ നേതാവ് തന്നെയായ പത്രോസിനോട് പറഞ്ഞു, ഒരു ഉത്തരം പറ. പത്രോസ് യേശുവിൻ്റെ കണ്ണുകളിൽ നോക്കിയിട്ട് പറഞ്ഞു, നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു ആകുന്നുവെന്ന്. ഒരു വിശ്വാസ പ്രഖ്യാപനം. അതിനകത്ത് കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. പത്രോസിൻ്റെ ആ ഉത്തരത്തെ മനസ്സിൽ വെച്ചിട്ട് ഈശോ പത്രോസിനോട് പറഞ്ഞു, യോനാട് പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. ഞാൻ സത്യദൈവമായ രക്ഷകനായ ക്രിസ്തുവാകുന്നത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ പിതാവാ. നമുക്കിവിടെ ഒരു ചെറിയ വിശദീകരണം ആവശ്യമുണ്ട്. മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്. എന്തായി മാംസരക്തങ്ങളെന്ന് പറയുക? ഇതേക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ച് പഠിച്ചു വരുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പിടികിട്ടും. തിരുവചനത്തിന് ചില ഭാഷകളൊക്കെ ഉണ്ട്, ബൈബിളിൽ ചില ഭാഷകളൊക്കെ ഉണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ കണ്ടം തടിക്ക് മുണ്ടം തടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സായിപ്പിനോട് നിങ്ങൾ ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞാൽ സായിപ്പ് എന്താ മനസ്സിലാക്കുക? ഉരുള എന്ന് പറഞ്ഞു ചോറ് കുരുട്ടി, അതാ ഒരു ഉരുളച്ചോറ്. ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ വറുത്ത സാധനത്തിനാണ് നമ്മൾ ഉപ്പേരി എന്ന് പറയുക. അതേസമയം ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞാൽ വ്യത്യാസമില്ല. ആ പ്രയോഗത്തിന് അങ്ങനെ മലയാള ഭാഷയിലൊക്കെ ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. ഈ ഭാഷ നമുക്കറിഞ്ഞിരിക്കണം. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വാക്കുകളെക്കുറിച്ചൊക്കെ. മറ്റു മാംസരക്തങ്ങളല്ല. ഇറ്റ് ഈസ് നോട്ട് എനി അതർ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ദാറ്റ് ഹാസ് റിവീൽഡ് ദിസ് അൺടു യു പീറ്റർ, ബട്ട് മൈ ഫാദർ ഇൻ ഹെവൻ എന്നാ പറയുക. ഇറ്റ് ഈസ് നോട്ട് എനി അതർ ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ മറ്റ് മാംസരക്തങ്ങളല്ല എന്ന് പറഞ്ഞാൽ മറ്റു വ്യക്തികളല്ല എന്നർത്ഥം. ഇപ്പോൾ ബൈബിളിൽ മാംസമാകുന്നു രക്തമാകുന്നു പറഞ്ഞാൽ വ്യക്തിയാകുന്നു എന്ന് ധ്വനി. അതുകൊണ്ട് മറ്റു മാംസരക്തങ്ങളല്ല, മറ്റു വ്യക്തികളല്ല, എൻ്റെ സ്വർഗസ്വനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയതെന്നാണ് പറയുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അൽത്താരയിൽ കർത്താവ് അന്ത്യ അത്താഴത്തിൽ നമ്മൾ ചെയ്ത് ആ കാര്യം വീണ്ടും നമ്മൾ അനുവർത്തിക്കുന്നില്ലേ, നമ്മൾ ആവർത്തിക്കുന്നില്ലേ, അനുസ്മരിക്കുന്നില്ലേ? അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാവും, ദിസ് ഈസ് മൈ ഫ്ലെഷ്, ദിസ് ഈസ് മൈ ബോഡി എന്നാണ് പറഞ്ഞു. പാനപാത്രം എടുത്തിട്ട് പറഞ്ഞു, ദിസ് ഈസ് മൈ ബ്ലഡ്, ഇതെൻ്റെ രക്തമാകും. അപ്പോൾ എൻ്റെ ശരീരമാകുന്നു രക്തമാകുന്നു ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഞാൻ തന്നെയാകുന്നു എന്നർത്ഥം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, വിശുദ്ധ കുർബാനയുടെ കൂദാശ വചനങ്ങൾ ചിലപ്പോൾ എത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണ് കൈകാര്യം ചെയ്യപ്പെടുക. അല്ല, അതിന് വളരെ ധ്യാനപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടി വന്ന നമ്മൾ പറയും കൂദാശാവചനങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട അത് തന്നെയാണ് കുർബാന എന്നൊക്കെ പറയുക. ഇത് കർത്താവ് ഈശോ മിശിഹ തന്നെയാകുന്നു, ഇത് അവൻ്റെ ശരീരമാകുന്നു, അവൻ്റെ രക്തമാകുന്നു പറയുമ്പോൾ അവൻ തന്നെയാകുന്നു എന്നർത്ഥം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണൊന്ന് ഒന്നുകൂടി തുറക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ കുർബാന ഈശോയാകുന്നുവെന്ന് തിരിച്ചറിയാൻ മാത്രമുള്ള വലിയൊരു ബോധ്യം നമ്മൾ കരങ്ങളിൽ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നാവിൽ സ്വീകരിക്കുന്ന അവൻ്റെ ശരീരവും രക്തവും അവൻ തന്നെയാകുന്നു എന്നൊരു ബോധ്യം. ഇതിനെ ആവർത്തിച്ച് പറയുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 48-41 മുതൽ ഇങ്ങോട്ടുള്ള വചനങ്ങൾ. ഞാനാണ് സ്വർഗം നിറങ്ങിയ ജീവനുള്ള അപ്പം എന്ന് പറയുമ്പോൾ അന്നാർക്കും അത് വിശ്വസിക്കത്തക്കതായിട്ട് തോന്നിയില്ല. പല ശിഷ്യന്മാരും പിണങ്ങിപ്പോയി എന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ല. പക്ഷെ കർത്താവ് ശിഷ്യന്മാരെല്ലാം തന്നെ ഒന്ന് പോയിട്ടും ഈ 12 പേരവിടെ സംശയിച്ച് നിൽക്കുന്ന അവരുടെ മുമ്പിൽ നിന്നോട് ചോദിച്ചു, നിങ്ങൾക്കും പോണേ പൊക്കൂ, പക്ഷേ ഞാൻ എൻ്റെ വാക്കുകൾ മാറ്റില്ല, ഞാൻ തന്നെയാകുന്നു ഈ ജീവൻ്റെ അപ്പം, ഞാൻ തന്നെയാകുന്നു ജീവൻ്റെ അപ്പം. അവനത് മാറ്റി പറഞ്ഞില്ല. അവസാനം അവൻ അടിവരയിട്ട് ഒപ്പിട്ട് പറഞ്ഞു, ഒടുവിലത്തെ അത്താഴം, ഇതെൻ്റെ ശരീരമാണ്, ഞാൻ തന്നെയാണ്, ഇതെൻ്റെ രക്തമാണ്, ഞാൻ തന്നെയാണ്. അപ്പോൾ വിശുദ്ധ കുർബാന ഈശോ തന്നെയാകുന്നു എന്ന വലിയ ഒരു ബോധ്യത്തിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ശാന്തമായി വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കാം. നമ്മൾ പലപ്പോഴും ഈശോയെ സ്വീകരിക്കുന്നവരല്ലേ? ഇത് കർത്താവ് തന്നെയാണെന്നുള്ള
വലിയ ബോധ്യത്തോടെ, ആഴപ്പെട്ട ബോധ്യത്തോടെ, എരിയുന്ന സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെയാണോ പ്രിയപ്പെട്ടവർ നമ്മൾ ഈശോയെ സ്വീകരിക്കുക? ഈശോയുടെ തിരുമുമ്പിൽ കടന്നു വരുമ്പോൾ നമ്മൾ നമ്മുടെ സൗകര്യങ്ങളൊക്കെയാണ് നോക്കാറുള്ളത്. കർത്താവിനെ നമ്മൾ നോക്കാറില്ല. അവൻ ലോകത്തിൻ്റെ അവസാനം വരെ നമ്മളോടുകൂടെ വസിക്കുന്ന ഈ തിരുസക്രാരി, അതവൻ്റെ സാന്നിധ്യത്തിൻ്റെ വിശുദ്ധ കൂടാരമാണ്. അവിടെയാണ് നമ്മൾ നമ്മുടെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അവനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്. ചിലപ്പോഴൊക്കെ ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടത്തി കിട്ടണം. മധ്യസ്ഥരെ നമുക്ക് ആവശ്യമുണ്ട്, റെക്കമെൻഡേഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് വിശുദ്ധന്മാരെ തൊട്ടുമുത്തിയിട്ടൊക്കെ നമ്മൾ പോകും. നമ്മൾ ഈശോയെ പലപ്പോഴും മൈൻഡാക്കാറില്ല, കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞു. അല്ല പ്രിയപ്പെട്ടവരെ, ആഴപ്പെട്ട വിശ്വാസത്തോടു കൂടി നമുക്ക് ഈശോയുടെ തിരുമുമ്പിൽ ഇപ്പോൾ നിൽക്കാം. ഇത് കർത്താവ് ഈശോ മിശിഹ തന്നെ ആകുന്നു എന്ന വലിയ ബോധ്യത്തിൽ, ഇത് അവൻ്റെ ശരീരവും രക്തവുമാകുന്നു എന്ന് അവൻ പറഞ്ഞ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം കണ്ണുകളൊക്കെ അടച്ച് ധ്യാനിച്ച് നിൽക്കാം. വിശുദ്ധ കുർബാന ഈശോ തന്നെയാകുന്നു എന്ന ആഴപ്പെട്ടൊരു ബോധ്യം, അതെൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തെ വലിയ മാറ്റങ്ങളിലേക്ക്, ബോധ്യങ്ങളിലേക്ക് നയിക്കാനുള്ളത്. നമ്മളോടുകൂടി ആകുന്ന അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി നമുക്കെന്നും തണലും താങ്ങുമാണെന്ന് നമുക്ക് ഓർമ്മിക്കാം. ഈ തമ്പുരാൻ്റെ തിരുമുമ്പിൽ കണ്ണുകളൊക്കെ അടച്ച് ഒരു നിമിഷം നമുക്കായിരിക്കാം. എന്നിട്ട് അവൻ്റെ പാദങ്ങളിൽ നമുക്ക് ഇന്ന് എല്ലാം ഇറക്കി വയ്ക്കാം. ഓ പരമദിവ്യകാരുണ്യമേ, നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെല്ലാം ഇറക്കി വയ്ക്കും. നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നിൻ്റെ തിരുസാന്നിധ്യത്തെ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ, കർത്താവേ, ഞങ്ങൾക്ക് വേറെ എങ്ങും പോവാനില്ല. എവിടെയാ ഞങ്ങൾ പോവുക? ശിഷ്യന്മാർ അവസാനം ഈശോയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്കും പോകണമോ എന്ന് വിശുദ്ധ ഖുർആന് മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവ് അവരെ വെല്ലുവിളിച്ചപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ എവിടെ പോവാനാ? ജീവൻ്റെ വാക്കുകൾ നിൻ്റെ പക്കലേ അല്ലേ ഉള്ളത്? നീ സജീവ ദൈവത്തിൻ്റെ പുത്രനാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുന്നു. ഈ 3 കാര്യങ്ങൾ ഞങ്ങൾക്കെങ്ങും പോവാനില്ല. പോക്കടം മുട്ടി വരാം നമുക്കതുകൊണ്ട് ഒന്നുകൂടി അവൻ്റെ മുമ്പിൽ ചേർന്നിരിക്കാം. വിശ്വാസത്തോടെ, ഹൃദയത്തിൻ്റെ അടുപ്പത്തോടെ ഈശോയോട് ചേർന്നിരുന്നു കൊണ്ട് നമുക്കും ആ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ പറയാം, നീ പറഞ്ഞ വചനങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. നീ ജീവൻ്റെ അപ്പമാണ് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ മുഴുവൻ ഹൃദയത്തോടെ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുന്നു. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പരമദിവ്യകാരുണ്യമേ, കൂടെ വസിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഈ സമയം അങ്ങോട്ട് ചേർന്നിരിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ അങ്ങ് പരിഹരിക്കണം. ചിലപ്പോഴും ഞങ്ങളുടെ വിശ്വാസമൊക്കെ ഇളകിപ്പോവാറുണ്ട്. ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞങ്ങൾ ചഞ്ചലപ്പെടാറുണ്ട്. നിൻ്റെ തിരുമുമ്പിലായിരിക്കുന്ന നിമിഷങ്ങൾ എത്രയോ ശ്രേഷ്ഠം, വർണ്ണനാതീതമാണ് അതിൻ്റെ മാധുര്യം ഓർത്താൽ. ഈ ഭൂമിയിലെ എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷം ഒന്നു ചേർന്നാലും നിൻ്റെ തിരുമുമ്പിലായിരിക്കുന്നത് പോലെ ഒക്കില്ല, ആവില്ല. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് കൃപകളും നന്മകളും സ്വീകരിച്ചവരല്ലേ നമ്മൾ. നമുക്ക് നമ്മുടെ നാഥൻ്റെ മുമ്പിൽ നന്ദിയോടുകൂടി നിന്ന് ഹൃദയത്തിൽ അവിടുത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. ഈശോയെ നന്ദി, സ്തുതി. ഹൃദയം സ്തുതിക്കട്ടെ, അത് ആവിലേക്ക് കടന്നു വരട്ടെ, സ്തോത്രമായി മാറട്ടെ. കർത്താവിൻ്റെ കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നൽകുന്ന ഈ വലിയ സാന്നിധ്യത്തെ, തിരുസാന്നിധ്യത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന ഈശോ തന്നെയാകുന്നുവെന്ന്, ഈശോ എന്ന വ്യക്തിയാകുന്നു ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവായ ഈശോയെ ഈ വിശുദ്ധ കൂദാശയിൽ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലി പറയാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാന്തമായി നമുക്ക് പ്രാർത്ഥിച്ചിരിക്കാം. നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് ഈശോയോട് പറയാം. ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, കുടുംബത്തിലുള്ളവരെ, ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങളെ, ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ഒക്കെ നീ കാണുന്നു തമ്പുരാനെ. നിൻ്റെ കരം നീട്ടി ഞങ്ങളെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നമുക്ക് തലകുനിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന അർപ്പിക്കാം. ഈ സമയം നൽകിയ എല്ലാ കൃപകൾക്കും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയുകയും ചെയ്യാം. കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
ശ്രേഷ്ഠം വർണ്ണനാതീതം അതിൻ്റെ മാധുരിയോർത്താൽ നിന്റെ മുൻപിൽ ഒരു നിമിഷം എത്രയോ ശ്രേഷ്ഠം വർണ്ണനാതീതം അതിൻ്റെ മാധുരിയോർത്താൽ ഭൂവിലെ സൗഭാഗ്യമെല്ലാം ഒന്നു ചേർന്ന്